മുത്തുമണീസ് എന്നും ഇന്റെ തന്നെ ഇൻട്രോ കണ്ട് നിങ്ങൾക്ക് മടുത്തില്ലേ? ഇനി ഒന്ന് മാറ്റി പിടിച്ചാലും ഇന്ന് അമ്മ ഇൻട്രോ പറയട്ടെ. ഹലോ, ഇന്നൊരു തക്കാളി മുളകിടുന്നതാണ്. എല്ലാരും തക്കാളി മുളകിടലുണ്ട്. ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് കാട്ടിത്തരാം. ആദ്യം തന്നെ നമുക്ക് പഴുത്ത് തുടുത്ത 2 തക്കാളി കുട്ടന്മാർ എടുക്കണം കേട്ടോ. പിന്നെ അതിനുശേഷം വേണ്ടത് വെളുത്തുള്ളി, 4-5 അല്ലി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത്, ചെറിയുള്ളി ഒരു 5 എണ്ണം വട്ടത്തിൽ അരിഞ്ഞതുണ്ട്, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ ഒരു വട്ടത്തിൽ അരിഞ്ഞിട്ട് പച്ചമുളക് വേണം കേട്ടോ. അത് ഉണ്ടമുളക് എടുത്ത്, അതുകൊണ്ട് ഒരെണ്ണം എടുത്ത് കേട്ടോ. പിന്നെ പുളി ആവശ്യത്തിന് വെച്ചാൽ മതി. ഇത് 2 കറിക്കുള്ള പുളി ഒന്നിച്ചെടുത്തതാട്ടോ. പിന്നെ ഇഞ്ചി, ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി ഇട്ടും, പിന്നെ ഒരു അല്ലി കരിവേപ്പില വേണം. പിന്നെ ആവശ്യത്തിന് ഉലുവ വേണം. ഉലുവ ഇട്ടില്ല ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഉലുവ എടുക്കണം. പിന്നെ ഒരു പാൻ അടുപ്പത്തൊക്കെ അങ്ങോട്ട് വെച്ചോളി. എന്നിട്ട് അതിലേക്ക് നിങ്ങൾ ആവശ്യത്തിന് വെളിച്ചെണ്ണി വെച്ചോളി. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഉലുവ ഇടണം. ഈ ഉലുവ നന്നായിട്ട് ഈ ഒരു കളറ് മാറി ഒരു ബ്രൗൺ കളർ ആവണം കേട്ടോ. അതിൻ്റെ അകത്തേക്ക് എന്നിട്ട് നമ്മൾ എന്തിടണം? നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി ഇതൊന്നും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ. ഇത് മൂത്ത് വരുന്നവരെ 5 മിനിറ്റ് കാത്തുക്കാനുള്ള സമയം വേണം കേട്ടോ. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇതിലേക്ക് വട്ടത്തിലരിഞ്ഞ പച്ചമുളക് ഇട്ട് കൊടുക്കണം. പിന്നെ ചെറിയ ഉള്ളി അതും കൂടി ഇട്ട് കൊടുത്തിട്ട് വഴറ്റാം. ഇന്ന് എന്താ അറിയില്ല, സംസാരിക്കാൻ ഒരു മൂഡില്ലാത്ത പോലെ കേട്ടോ. ഒക്കെ കയ്യിൽ നിന്ന് പോകുന്ന പോലെ തോന്നുന്നു. പിന്നെ ഈ ഇൻട്രോ പറയുമ്പോൾ അമ്മൻ്റെ അടുത്ത് മൊത്തം കോമഡി. ഇൻട്രോ പറയാൻ ഞങ്ങൾ ഒരുപാട് സമയം എടുത്തു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവിടെ ഉപ്പിട്ട് കൊടുത്തിക്കുന്നേ, ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ. അമ്മയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞേക്കുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ അകത്തേക്ക് നമ്മൾ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇത് ഉടഞ്ഞ് വരണം കേട്ടോ. ഇതിന് കാശ്മീരി മുളക് പൊടി ഒന്നും ഇടുന്നില്ല കേട്ടോ. ഇതിൻ്റെ ഈ തക്കാളിൻ്റെ കളറാണ് നമ്മളെ കറിക്ക് ഇത്രയും ഡാർക്ക് റെഡ് കളറായിട്ട് നിൽക്കുന്നത്. അപ്പം അമ്മ എന്നോട് പ്രത്യേകം പറയാൻ പറഞ്ഞ കാര്യമാണ് കേട്ടോ. അമ്മ ഉണ്ടാക്കുന്നതാണെന്ന് ഇജ്ജ് പ്രത്യേകം ഇതിൻ്റെ അകത്ത് പറയണമെന്ന് പറഞ്ഞേക്കുന്നത്. അങ്ങനെ നമ്മൾ അതിൽ കരിവേപ്പിലയും കൂടി ഇട്ടെടുത്ത് അടച്ച് വെച്ചിട്ട് ഇനി നല്ലോണം വേവിക്കാം. ഇനി തക്കാളി ഒന്ന് ഉടഞ്ഞ് സെറ്റ് ആവുന്നതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് അടുത്തൊരു പണിയുണ്ട് കേട്ടോ. ഒരു പാത്രം എടുക്കുക, അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് കലക്കി വെക്കണം കേട്ടോ. ഇത് കലക്കി തന്നെ വെക്കണം. എന്നാലാണ് നമുക്ക് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ഒന്ന് ഈ തക്കാളിൻ്റെ കളറും 2 ഈ മുളക് പൊടി ഇങ്ങനെ കലക്കിയിട്ട് ഒഴിക്കുമ്പോൾ ആ കളറും കൂടിയാണ് നമ്മളെ ഈ കറീൻ്റെ ഇത്രയും ഡാർക്ക് കളർ വരുന്നതിൻ്റെ ഒരു മെയിൻ ഗുഡൻസ് കേട്ടോ. ഏകദേശം ഒന്ന് വഴന്ന് വന്നിക്കുന്നത്. ഇനി ഇത് ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. ഒരു തവ വെച്ചിട്ട് ഉടച്ചത് പരിപ്പാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. തക്കാളി എല്ലാം കൂടി പരിപ്പയക്കുന്ന എന്തായാലും. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ച ആ മുളകും മഞ്ഞളും കൂടി ഉള്ള ആ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഉപ്പൊക്കെ നോക്കി ടേസ്റ്റ് പാകത്തിനാണെന്നുണ്ടെങ്കിൽ ഇനി തിളച്ചോട്ടെ കേട്ടോ. ഇനി നല്ല തിളച്ചിത് വറ്റി സെറ്റ് ആവട്ടെ. ഈ തക്കാളിക്കറി കൂട്ടുമുണ്ടല്ലോ, നമ്മൾ മീനിടാത്ത മീൻകറി പോലെ ഉണ്ട് കേട്ടോ സത്യത്തിൽ. കാരണം നല്ല വറ്റിയിട്ട് നമുക്ക് എവിടെയെങ്കിലും തിരക്കിട്ടിട്ട് ഇപ്പോൾ പുറത്ത് പോകണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ പച്ചക്കറിയൊക്കെ ആണെങ്കിൽ ഉണ്ട്, അതിൻ്റെ കൂടെ സൈഡായിട്ട് നമുക്ക് ഈ ഒറ്റ കറി മതി. ചോറ്, ഒരു പ്ലേറ്റ് ചോറുണ്ടായി. ഞാൻ എന്തായാലും അത്രയും ചോറൊന്നും തിന്നില്ല കേട്ടോ. എന്നാലും ഞാനത് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും സംഭവം അടിപൊളിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ അതിലേക്ക് ലാസ്റ്റ് വറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് മല്ലിയില കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ കറി സെറ്റ് ആയിരിക്കുന്നു. അപ്പം ഞാൻ പോയിട്ട് ഇന്ന് എനിക്ക് സാമ്പാറാണ്, അതിൻ്റെ കൂടെ നല്ല തക്കാളീൻ്റെ കറി. ഞാൻ പോയി ചോറ് കഴിക്കാൻ